പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. ഇസ്രായേലും അമേരിക്കയും ഒരു പക്ഷത്തും ഇറാൻ മറുവശത്തുമായി യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാൻ ശക്തമായി തിരിച്ചടി തുടങ്ങിയെന്നാണ്. സൗദിയിലേക്കും ഒമാനിലേക്കും അതേപോലെ തന്നെ കുവൈത്തിലേക്കൊക്കെ തന്നെ ഇവർ മിസൈൽ അയച്ചിരിക്കുകയാണ്. അതിൽ ആശങ്കപ്പെടുന്നത് GCC രാജ്യങ്ങളാണ്. ദുബായ്, ഖത്തർ, ഒമാൻ പോലെയുള്ള രാജ്യങ്ങൾ ഭീതിയിലാണ് ഉള്ളത്. കാരണം ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഈ യുദ്ധം പോകുന്നത്. വൻ ശക്തികൾ എന്താവശ്യത്തിനാണോ ഈ യുദ്ധം തുടങ്ങിയത് എന്ന് അവർക്ക് പോലും ബോധ്യമില്ല. ഈ റംസാൻ വ്രതം ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവർ യുദ്ധം ചെയ്യുന്നത് GCC രാജ്യങ്ങളിലുള്ളവരെയെല്ലാം ഭീതിയിലാക്കിയിട്ടുണ്ട്. ഇന്ത്യക്കാരടക്കമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവരും ആശങ്കയിലാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം നിർത്തണമെന്ന ആവശ്യവും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇറാൻ ആക്രമണം ചെറുത്തുനിൽപ്പ് തുടർന്നതോടെ GCC രാജ്യങ്ങളിൽ ഉള്ളവർ ഭീതിയിലാണ്. യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തണമെന്ന ആവശ്യവും ശക്തമാണ്. സൗദി അറേബ്യയിലെ എണ്ണ കമ്പനികളും അതേപോലെ തുറമുഖ നഗരങ്ങളും ഒക്കെ തന്നെ ഇറാൻ ആക്രമിച്ചതോടുകൂടി യുദ്ധത്തിന്റെ ഗതി മാറുകയാണ്. അതേപോലെ തന്നെ ലെബനോൺ ആസ്ഥാനമായി ഇസ്രായേലും ലെബനോൺ തമ്മിലുള്ള യുദ്ധവും മറുഭാഗത്ത് നടക്കുകയാണ്. റോക്കറ്റ് ആക്രമണത്തിൽ നിരവധി പേർ മരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ട് സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും തുടരുന്ന ആക്രമണവും തിരിച്ചടിയും ഗൾഫ് മേഖലകളിൽ പ്രവാസികൾ ധാരാളമുള്ള മലബാർ മേഖലകളിലുള്ളവർ ആശങ്കയിലാണ്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലും ആശങ്ക ഉയരുന്നുണ്ട്. ബഹ്റിൻ, ദുബായ്, അബുദാബി, ഖത്തർ എന്നീ രാജ്യങ്ങൾ ആക്രമിക്കപ്പെടുകയും പ്രമുഖ നഗരങ്ങൾ അടയ്ക്കുകയും ചെയ്തതോടെ പ്രവാസികളുടെ കുടുംബാംഗങ്ങൾ ഭീതിയിലാണ്. വിമാന സർവീസുകൾ നിലച്ചതോടെ ഈ മേഖലയും സ്തംഭിച്ചിരിക്കുകയാണ്. യുദ്ധഭീതി പെരുകുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ഇസ്രായേലിലും ആയിരക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ആക്രമണങ്ങൾ വ്യാപകമായതോടെ ദുബായ് ഉൾപ്പെടെ നഗരങ്ങൾ അടച്ചിട്ടു. താമസ സ്ഥലങ്ങളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് സന്ദേശം അതാത് ഗവൺമെൻറ്റുകൾ നൽകിയിട്ടുണ്ട്. വിമാനങ്ങൾ റദ്ദാക്കിയത് മുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് വിവരം. ഇവരുടെ ഭക്ഷണവും താമസ സൗകര്യവും അനിശ്ചിതത്വത്തിലാണ്. ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന സാധാരണ തൊഴിലാളികളുടെ സ്ഥിതിയും ആശങ്കയിലാണ്. ഇതിലേക്ക് വരാനിരിക്കുന്നവരുടെ യാത്രയും മുടങ്ങും. ദുബായിലും അബുദാബിയിലും അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ അടച്ചത് വാണിജ്യ വ്യാപാര മേഖലകളിലും ആശങ്കയുയർത്തുന്നുണ്ട്. പച്ചക്കറി മുതൽ നിരവധി ഉൽപ്പന്നങ്ങളാണ് പ്രതിദിനം ഗൾഫിലേക്ക് കേരളത്തിൽ നിന്ന് കയറ്റുമതി നടത്തുന്നത്. ഇതും മുടങ്ങിയിരിക്കുകയാണ്. ശനിയാഴ്ച മുതൽ വിമാനങ്ങൾ റദ്ദാക്കിയതോടെ ചരക്ക് നീക്കവും മുടങ്ങിയത് കയറ്റുമതിക്കാർക്കും തിരിച്ചടിയായി. സംഘർഷാവസ്ഥ തീരാതെ കയറ്റുമതി പുനരാരംഭിക്കാൻ കഴിയാതെ വരുന്നത് വൻ നാശനഷ്ടം വരുത്തുകയും യുദ്ധക്കൊതിയന്മാരെ ഒറ്റപ്പെടുത്തി പശ്ചിമേഷ്യയിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ ഇന്ത്യയുൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ഗൾഫിലെ SSLC പരീക്ഷകൾ മാറ്റിവെച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് ഗൾഫിലെ SSLC +2 പരീക്ഷകൾ മാറ്റിവെച്ചു. മാർച്ച് 5-നായിരുന്നു 10ാം ക്ലാസ് പരീക്ഷ ആരംഭിക്കാനിരുന്നത്. 5-ാം തീയതി SSLC പരീക്ഷയും 5, 6, 7 തീയതികളിലെ +2 പരീക്ഷകളും മാറ്റിവെച്ചത്. പുതുക്കിയ പരീക്ഷാ തീയതികൾ പിന്നീട് അറിയിക്കും. ഇറാനെതിരെ അമേരിക്ക, ഇസ്രായേൽ ആക്രമണം തുടരുകയും ഗൾഫ് രാജ്യങ്ങളിൽ ആശങ്ക നിലനിൽക്കുകയും ചെയ്തതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. SSLC +2 പരീക്ഷ മാറ്റിവെക്കണമെന്ന് ഗൾഫിലെ കേരള പരീക്ഷയുടെ കോർഡിനേറ്റർ കഴിഞ്ഞ ദിവസം സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നു. കേരളത്തിലും ഗൾഫിലും ഒരേ ചോദ്യപേപ്പർ വെച്ചാണ് പരീക്ഷ നടത്തുന്നത്. യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് ബഹ്റിൻ, ഇറാൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലെ CBSE 10-12 ക്ലാസ്സുകളിലെ ബോർഡ് പരീക്ഷകളും ഞായറാഴ്ച മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. പല ഇടങ്ങളിലും ദുബായ് പോലെയുള്ള പല നഗരങ്ങളിലും ഹോം ക്ലാസ്സുകളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നതിനാൽ ഇറാനും തിരിച്ചടി തുടങ്ങിയതോടെ പശ്ചിമേഷ്യ അക്ഷരാർത്ഥത്തിൽ ഭീതിയിലാണ്. അതുകൊണ്ട് വൻ ശക്തികൾ ഇടപെട്ട് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തി ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസികളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ്
വേണമെന്നാണ് ആവശ്യം ശക്തമാണ്. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധക്കുരുതിയിലേക്ക് പോകുകയാണ്. നിരപരാധികൾ ദിനംപ്രതി മരിച്ചു വീഴുകയും അവർ മുൾമുനയിൽ നിൽക്കുകയുമാണ്. ഇതിന് ഒരു അറുതി വരുത്താൻ വൻ ശക്തികൾ യുദ്ധം ക്ഷണിച്ചു വരുത്തിയ അമേരിക്ക തന്നെ ഇതിൽ ഇടപെട്ട് യുദ്ധം നിർത്തണമെന്നാണ് ആവശ്യശക്തമാണ്. പരിശുദ്ധ റമദാൻ തുടങ്ങിയതോടുകൂടി ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളവരൊക്കെ തന്നെ വ്രത അനുഷ്ഠിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന ഈ ഇടപെടലുകൾ, യുദ്ധത്തിൻ്റെ ഇടപെടലുകൾ വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്.